എത്രയായി? പുതിയ അഡ്മിഷനാ? അതെ. ഒരു മിനിറ്റ്. ഞാൻ ഷബ്ന. എന്താ പേര്? റസിയ. ആ, വാ നമുക്ക് ഒരുമിച്ച് പോവാം. നിങ്ങൾ പരിചയപ്പെട്ടല്ലോ അല്ലേ? ആ, ആ, നന്നായി. ഇനി ഒന്നിച്ചു പോവാലോ അല്ലേ മോളെ? എന്നാ മോളെ ഇപ്പം അതിലെന്നെ തിരിച്ചു പോട്ടെ. പോട്ടെ. ഉം. എന്താ ഷുക്കൂറെ, ഇന്ന് പണിക്കൊന്നും പോയില്ലേ? ഇല്ലടാ, ഇന്നെന്തൊരു സുഖമില്ല. ആ, നീ ഇപ്പോഴും ആ മൂടോട്ടായി നടന്നോ? മാസം ഒന്ന് ആകാറായി. ദിവസം കഴിയുമ്പോൾ ആ പോളിന്റെ മക്കളിങ്ങ് വരും. എന്നാ ശരി. ഷുക്കൂറുണ്ടോ അവിടെ? ഇല്ല, ഓൻ പണിക്ക് പോയി. എന്തേ? അവൻ വന്നാ പോളും മക്കളും വന്നിരുന്നു പറ. എന്തിനാ റബ്ബേ പോളും മക്കളും എന്റെ മോനെ അന്വേഷിക്കുന്നു? വീട്ടിലേക്കൊന്ന് വിളിക്കാൻ നോക്കിയതാ, അപ്പൊ ഫോണിൽ ബാലൻസും ഇല്ല. കാർഡ് കിട്ടാൻ എന്താ ചെയ്യാ? വീട്ടിലേക്ക് വന്ന ദിവസം ഒന്ന് വിളിച്ചതാ. അതിനെന്താ, ഇവിടെ അടുത്തൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട്, നമുക്ക് അവിടെ പോയി റീചാർജ് ചെയ്യാം കേട്ടോ. ഹലോ, എയർടെലാകുമ്പോ എന്റെ കാർഡ് ഉണ്ടാ? കാർഡില്ല, ഈസി മതിയോ? ആ, അത് മതി. മതി. നമ്പർ പറ. 98 98 95 95 92 92 78 99. 99. 50 അല്ലേ? അതെ. എഴുതുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഈ സമയത്ത് വിളിച്ചാ എന്റെ ഷുക്കൂർക്കനെ കിട്ടും.
രാജ അടുത്തുണ്ടാവും. ഷുക്കൂർ ഖാന്റെ കാര്യം പറയുമ്പോ എന്താ ഉള്ളൊരാവേശം. ദാ ഷുക്കൂറെ, ഇത് റസിയയുടെ ഫോണാ. ഹലോ ഷുക്കൂർക്ക, എന്താ ഷുക്കൂർക്കൊന്നും മിണ്ടാത്തേ? എന്താ റസിയ അവിടുത്തെ വിശേഷങ്ങളൊക്കെ? സുഖാണിക്ക, ഇവിടെ നല്ല രസാ. ഞാൻ എല്ലാവരോടും പരിചയപ്പെട്ടു. റസിയ നല്ലോണം പഠിക്കണം. ഇനി നമ്മൾ നോക്കി കണ്ട അവരായി അവരെ പാടായി. പഞ്ചാരക്കൂട്ടം വരെയുണ്ട്. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എന്താണ് അത്ര ഹാപ്പിയില്? എനിക്ക് എന്നെ ഹാപ്പിയാടാ. ഇന്ന് കുറച്ച് കൂടുതലാണെന്ന് മാത്രം. ഞാൻ ഒന്ന് തെളിയിച്ച് പറയടാ. ഇന്ന് എനിക്കൊരു ഭയങ്കര നമ്പർ കിട്ടി. അല്ല, ഞാൻ തട്ടിയെടുത്തു. ഇന്ന് തൊട്ട് ഞാൻ അവൾക്ക് പിറകില്ല. ഫാസിലെ, ഇനിയെങ്കിലും നീ ഇതൊന്നും നിർത്ത്. നീ കാരണം ഒരുപാട് കുടുംബങ്ങൾ വഴിയാതാരായി. ഞാനിതിന് കൂട്ടിക്കില്ല. നീ വിളിയടാ, അവൻ പോയി കൊണ നോക്കട്ടെ. അല്ല, നമ്പർ എവിടെ കിട്ടി? അതാണ് എൻ്റെ മിടുക്ക്. ഇന്ന് കാലത്ത് ഇവൻ്റെ കടയിൽ നിന്ന് ഇവൻ പോലും അറിയാതെ ഞാൻ ആ നമ്പർ സ്വന്തമാണ്. റസിയ, റസിയ, നിന്റെ ഫോൺ അടിക്കുന്നുണ്ട്. ഷുക്കൂർക്കാവും. ഹലോ. ഹലോ, മനാഫാണോ? അല്ല. ഹലോ. നിന്നോട് മനാഫെന്നാന്നല്ലേ പറഞ്ഞേ? ഇതെന്തിനാ വിളിക്കണേ? സോറി പറയാൻ വേണ്ടി വിളിച്ചതാ. ദേഷ്യത്തോടാണെങ്കിലും ശബ്ദത്തിന് നല്ല മാധുര്യം. അപ്പൊ സ്നേഹത്തോടാണെങ്കിൽ എന്തായിരിക്കും? ആരാ വിളിച്ച? ഇയാൾക്കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്താ റസിയ? ഏതോ ഒരുത്തൻ കുറേ നാളായി എന്നെ വിളിക്കുന്നു. എന്നിട്ട് നീ ഇതൊരു കോൾ എടുത്തില്ല? ഒരിക്കലെടുത്തു. റോങ് നമ്പർ എന്ന് പറഞ്ഞു കട്ട് ചെയ്തു. പിന്നെ വിളിച്ച് ശല്യപ്പെടുത്തുക. എന്തായാലും നീ കോൾ അറ്റൻഡ് ചെയ്യേ. എന്താണ് അവൻ്റെ ഉദ്ദേശം എന്നറിയാലോ? ഏയ്, അതൊന്നും വേണ്ട. വെറുതെ ഒരു ആപത്തിൽ പോയി ചാടുന്നു. എന്താപത്ത്? ഒരു കോൾ എടുത്തുകൊണ്ടോ സംസാരിച്ചത് കൊണ്ടോ ഒരാപത്തും വരില്ല. നിനക്കിതൊന്നും പരിചയമില്ല. എന്നിട്ടാ നിനക്ക്
നിനക്കിതൊക്കെ പരിചയമുണ്ടോ? പിന്നെ ഇന്നത്തെ കാലത്ത് ബോയ് ഫ്രണ്ട് ഇല്ലാത്തവർ ആരാ ഉള്ളത്? ഇതൊക്കെ പഠിക്കണ കാലത്ത് ഒരു നേരം പോക്കാ. ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ഇതെല്ലാം ഇട്ടറിഞ്ഞ് നമ്മൾ പോവും. അതുവരെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അവർ സമ്മാനമായി തരും. അപ്പൊ നീ ഈ ഫോണും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ അങ്ങനെ സമ്മാനമായിട്ട് കിട്ടിയത്? പിന്നെ അല്ലാതെ ഇതെല്ലാം എൻ്റെ വീട്ടുകാർ വാങ്ങിച്ചു തന്നതാന്നാ നിന്റെ വിചാരം? എൻ്റെ റസിയ, നീ ഒന്നും കൂടി പ്രാക്ടിക്കലാവും.